ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിനെയും അനുവദിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പുതിയ നിയമസഭ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സഭ, അവിടെ അതിൻ്റെ ആരംഭവും അതിൻ്റെ സാമൂഹിക ആ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു ഔട്ട്ലൈൻ തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയുടെ രൂപീകരണം നമുക്കറിയാം, എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ള ഏത് ദിവസമാണ് എന്നുള്ള അനേക കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെങ്കിൽ നാം ആ സാഹചര്യം ചിന്തിച്ച് നോക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അനേക അത്ഭുതങ്ങൾ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളം വീഞ്ഞാക്കി, ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കർത്താവ് ഒരു ക്രൂശിൽ മരിക്കും എന്നുള്ളത് അവരിൽ പലർക്കും അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പല രീതികളിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കിത് വേണ്ടത്ര മനസ്സിലായില്ല. കാരണം ഇത്രയും അതിശയങ്ങളും അത്ഭുതങ്ങളും മരിച്ചവരെ വരെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള ഒരാള് ഇങ്ങനെ ഇത്ര ഹീനമായ രീതിയിൽ മരണപ്പെടും എന്ന് അവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് മരിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഇവര് പത്രോസ് വീണ്ടും മീൻ പിടിക്കാനൊക്കെ അങ്ങ് പോയി, അല്ലേ? നമുക്കറിയാമല്ലോ ആ സ്റ്റോറിയൊക്കെ. പുള്ളി പറഞ്ഞു, വാ നമുക്ക് പോയാൽ കർത്താവ് മരിച്ചു, നമ്മൾ വലിയ കാര്യത്തിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് ഇവിടെ നമ്മളെ ഭരിക്കും, ഈ റോമ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് യഹൂദ രാജ്യം സ്ഥാപിക്കും, ഇവന് രാജാവായിരിക്കും എന്നൊക്കെ. കാരണം അത്ര ശക്തിയും ഒക്കെ ഉള്ള അത്ഭുത സിദ്ധികളുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ യേശുവിനെ കണ്ടത്. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യേശുക്രിസ്തുവിനെ യൂദ ഒറ്റിക്കൊടുക്കുന്നതും ആ കാൽവറിയിൽ യേശുക്രിസ്തു ഒരു മരണപ്പെടുന്നത്. അപ്പോൾ ആണ് പത്രോസ് പറഞ്ഞ, വാ എന്നാ പിന്നെ നമുക്ക് പഴയ പണിക്ക് തന്നെ പോയേക്കാം, മീൻ പിടിക്കാൻ വാ, ഇനിയിപ്പോൾ യാതൊരു രക്ഷയില്ല. കർത്താവ് പോയി. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വലിയ ധൈര്യമായിരുന്നു. കാരണം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ധാരാളം ആൾക്കാർ ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇവർക്ക് വളരെ സന്തോഷമായിട്ട് വളരെ ഒരു ഉന്നതമായ സ്ഥാനമൊക്കെ കിട്ടുമായിരുന്നു. ആളുകൾ ഇവരെയും ബഹുമാനിക്കുമായിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് മരിച്ചോടുകൂടി ഇവർ ആ പഴം നിരാശപ്പെട്ടു. ശിഷ്യന്മാർ പലരും നിരാശപ്പെട്ട് ഇവർ മീൻ പിടിക്കാൻ പോകുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഒരു വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ അവർ മീൻ പിടിക്കാൻ പോയി. നമുക്കറിയാം ആ സംഭവം. അന്നേരം എന്താ സംഭവിച്ചത് അറിയാമല്ലോ. കർത്താവ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് ഇവർ കണ്ടു, ഈ കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് എല്ലാം ഇവർ കണ്ടു, വളരെ വിഷമത്തോടുകൂടി കണ്ടു. കർത്താവ് ഒരു പക്ഷെ അവർ അവസാന നിമിഷം വരെ വിചാരിച്ചു, ഇവൻ ഇങ്ങനെ മരിക്കാതെ എന്തെങ്കിലും അത്ഭുത വല്ലതും കാണിച്ചിട്ട് ഈ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഇവർക്ക് ഇതിന്റെ അന്തർലീനമായിരിക്കുന്ന ഇതിന്റെ കാര്യം എന്തുകൊണ്ടാണെന്നുള്ള ഇവർക്ക് മനസ്സിലായില്ല, വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ ആ പത്രോസ് ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി, അവനെ കർത്താവ് യഥാസ്ഥാനപ്പെടുന്നൊക്കെ നമുക്കറിയാം. കർത്താവ് പ്രാതൽ ഒരുക്കി അവന് വേണ്ടി കാത്ത് കരക്കിരിക്കുന്നതായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി മീൻ പിടിക്കാൻ പറഞ്ഞു, ഇഷ്ടംപോലെ മീൻ കിട്ടി. അവരെ കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവ് 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അനേകം പേർക്ക് അവൻ പ്രത്യക്ഷനായി. കർത്താവ് ഈ ഉയർത്തെഴുന്നേറ്റ് ഇവർക്ക് പ്രത്യക്ഷനായില്ലായിരുന്നെങ്കിൽ ഇവര് ക്രിസ്തുവിൽ വിശ്വസിക്കുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു മരിച്ചുപോയ ഒരാളെ, ആ കല്ലറയിൽ തന്നെ എന്നേക്കുമായി അടക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇവർ ആരാധിക്കാനോ വിശ്വസിക്കുവാനോ തുനിയുമായിരുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ കർത്താവ് 40 ദിവസം അനേകം പേർക്ക് പ്രത്യക്ഷനായി. ഇതാ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ
ക്രിസ്തുവാണ്, ഞാൻ ദൈവമാണ് എന്നുള്ള വളരെ ആധികാരികമായി അവരോട് സംസാരിക്കും. അനേകം പേര് കർത്താവിനെ കണ്ടു. തന്നെയുമല്ല, കർത്താവ് വീണ്ടും സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന ഇവർ കണ്ടു. ഇത് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ അന്ന് ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. കർത്താവിനെ ക്രൂശിക്കുന്ന അവർ കണ്ടു, അവനെ അടക്കുന്നത് കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റത് കണ്ടു. അനേകം പേർ പ്രത്യക്ഷനായി മരിച്ചിട്ട് വീണ്ടും ഒരാള് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് അവർ കണ്ടു. അപ്പോഴാണ് അവര് ദൈവത്തിൽ വീണ്ടും ദൈവത്തിലേക്ക് അവര് കടന്നു വരികയും അവർ ഈ കർത്താവിൽ വിശ്വസിക്കുകയും ഒക്കെ അവര് ചെയ്തു. നമുക്കറിയാം, ഇവര് വിചാരിച്ചത് വാസ്തവത്തിൽ ഇത് യഹൂദനായിരുന്നല്ലോ. അപ്പൊ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇദ്ദേഹം വന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ രക്ഷയ്ക്കാണ് ഈ കർത്താവ് വന്നത് എന്നൊരു ചിന്ത അവരിൽ പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഇവർക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത്. ചിലർ പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ യഹൂദന്മാരാണ് പരിച്ഛേദന ഏൽക്കണം, സർക്കംസിഷൻ ചെയ്യണം. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി, ഇതെങ്ങനെ ഇത് സർക്കംസിഷൻ ചെയ്യണോ അതോ വേണ്ടയോ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഈ കർത്താവ് അവരോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഒരു കാര്യസ്ഥന് കർത്താവ് അങ്ങ് പോയി, കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും, എൻ്റെ അഭാവത്തിൽ അവൻ നിങ്ങളെ സകല കാര്യത്തിലും നീതിയിലും എല്ലാം നടത്തും എന്ന് അവരോട് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഈ സഭ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്. എന്താണ് സഭ? അവർ യഹൂദന്മാര് ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്ത ജാതി എന്നുള്ളതല്ലാതെ ഇവര് ഈ ഒരു ദൈവസഭ എന്തിനു വേണ്ടി എങ്ങനെ മുന്നോട്ട് വന്നു, എങ്ങനെ ഈ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെങ്കിൽ നമുക്കറിയാം, അനേക കർത്താവിൻ്റെ ശിഷ്യന്മാർ, ഇവർക്ക് പല പേരുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് കൂടി ഇവർ ആരാധിക്കുക, ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്തിരുന്നു. ഇവർ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലാണ് ഇവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവർ നേരിട്ട് കണ്ടു. കാരണം അതുവരെ ഇവർ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഇവിടെ, അയ്യോ കർത്താവ് വീണ്ടും പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അപ്പോഴവർ ഓർത്തു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. അപ്പൊ അവര്, നമുക്കറിയാം, അനേക ഭാഷകളിൽ ഈ മുഖ്യന്മാരായിട്ടുള്ള ആൾക്കാർ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളൊക്കെ സംസാരിക്കുകയാണ്, അന്യ ഭാഷകളിൽ സംസാരിക്കുകയാണ്. ഇവർക്ക് യാതൊരു വിദ്യാഭ്യാസമോ ഒന്നും ഉള്ളവരല്ല. ഇവർ സ്കൂളിലൊക്കെ കഷ്ടിച്ച് പോയിട്ട് ഉണ്ടെങ്കിൽ തന്നെ വളരെ ഭാഗ്യം. അപ്പൊ ഇവർക്ക് യാതൊരു ഭാഷകളും അറിയാത്ത ഈ അനേകം പേര് ഇങ്ങനെ ഇവിടെ കൂടിയിരുന്നപ്പോൾ ഇവരൊരിക്കലും കേട്ടിട്ടില്ലാത്ത, ഇവർ പഠിച്ചിട്ടില്ലാത്ത വിവിധ ഭാഷകൾ ഇവർ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നു. വലിയ കൊടിയ കാറ്റടിക്കുന്നു. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. വലിയ കാറ്റടിക്കുന്ന പോലെ വലിയൊരു അനുഭവം അവർക്ക് ഉണ്ടായി. അങ്ങനെ നമുക്കറിയാം, അതാണ് സഭയുടെ രൂപീകരണത്തിന്റെ പെന്തക്കോസ്ത് നാളിൽ അവർ കൂടിയിരുന്നു. അതുപോലെ അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികളെന്ന് പേര് വന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരെ ശിഷ്യന്മാരെന്ന് വിളിക്കുമായിരുന്നു, വിശ്വസിച്ചവരെന്ന് വിളിക്കുമായിരുന്നു, വിശുദ്ധന്മാരെന്ന് വിളിക്കുമായിരുന്നു, സഹോദരന്മാരെന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ വിവിധ പേരുകളിൽ അവര് അറിയപ്പെട്ടു. അപ്പോൾ തീർച്ചയായും ഇവര് വാസ്തവം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് അന്ന് എഴുതപ്പെട്ട നമുക്കിപ്പോൾ ഉള്ളതുപോലെ ഒരു പുതിയ നിയമം ഒന്നുമില്ല, ദൈവവചനമൊന്നും ഇവരുടെ കയ്യിലില്ല. കാരണം അന്നത് അതൊക്കെ എഴുതി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ക്രോഡീകരിച്ച് എല്ലാം കൂടെ ചേർത്ത് ദൈവവചനം പുതിയ നിയമമായിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇന്ന് വളരെ എളുപ്പമാണ്. എന്തൊക്കെയാണ് ഡോക്ടേഴ്സ്, കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, മറ്റു ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, അപ്പോസ്തലനായ പൗലോസ് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഈ
പുതിയ നിയമ സഭയ്ക്ക് അല്ലെങ്കിൽ അവർ കൂടിയിരുന്നപ്പോൾ ഇതൊന്നും ഇവരുടെ കയ്യിൽ ഇല്ല, ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരങ്ങനെ ആ സമയത്ത് അവർ ഗ്രാജുവലി ഒരു ഒരു സഭയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയാണ്. ഒരു ഇന്ന സഭയെന്നൊന്നുമില്ല. നമ്മൾ ഇന്ന് പറയുന്ന പോലെ 1500 സഭകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ലോകത്ത്. അതിന് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഒരു സഭ, അവിടെ കൊരിന്തിലെ സഭ, അല്ലെങ്കിൽ എഫെസോസിലെ സഭ, അല്ലെങ്കിൽ സ്മിർനയിലെ സഭ, അങ്ങനെ ഒരുപാട് സഭകൾ. ആ ഒരു സ്ഥലം സഭ, ഒരു പേരൊന്നുമില്ല അവർക്ക്. ഇന്ന സ്ഥലത്തെ സഭ, ആ സഭ. ഇപ്പൊ നമ്മള് അതെല്ലാം അറിയപ്പെടും, പത്തനംതിട്ട അസംബ്ലി. അന്ന് ബ്രദറൻ പേരില്ല, പത്തനംതിട്ട സഭ എന്ന് മാത്രമാണ് അന്ന് അവർ അറിയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ അവര് എല്ലാം കൂടി ചേർന്ന് ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവർത്തനം അവരുടെ ഇടയിൽ നടന്നു. അങ്ങനെയാണ് അവര് ഇത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അനേകം പേര് വിശ്വസിച്ചു. നമുക്കറിയാം 3000 പേരൊക്കെ ഒരു ദിവസം സഭയോട് ചേർന്നെന്നാണ് വായിക്കുന്നത്, സ്നാനപ്പെട്ടത്. 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെങ്കിൽ എന്തുമാത്രം ആൾക്കാരവിടെ വന്നു കാണണം. അപ്പോൾ ഇത് വലിയൊരു മൂവ്മെന്റ് അങ്ങ് മാറുകയാണ്, വലിയൊരു പ്രസ്ഥാനമായിട്ട്. യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഇവര് ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു ദൈവ സഭയായിട്ട് ഇവര് രൂപം പ്രാപിക്കുകയാണ്. ആട്ടെ, ഇതെങ്ങനെയാണ് ഈ സഭയായിട്ട് വന്നത്? കർത്താവിന്റെ രക്തത്താൽ, കർത്താവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു സഭയാണ് നാം. കർത്താവിന്റെ സ്വന്തം രക്തത്താൽ നമ്മെ അവൻ വീണ്ടെടുത്ത് ഒരു ദൈവ സഭയാക്കി തീർത്തിരിക്കുകയാണ്. അതിന് യാതൊരു വ്യത്യാസങ്ങളുമില്ല. ബ്രദറൻ സഭയെന്നോ പെന്തക്കോസ്ത് സഭയെന്നോ അല്ലെങ്കിൽ മറ്റ് സഭകളെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. കർത്താവിനെ സ്വന്തം കർത്താവും നിശ്ചിതമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാവരും ഒറ്റ സഭയോട് ദൈവസഭ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ പല കാര്യങ്ങളും പല സഭകളായിട്ട് പല പേരിലൊക്കെ അറിയപ്പെടുന്നെങ്കിലും നമ്മളെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20:28, അപ്പോസ്റ്റൽസ്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 20 വേഴ്സ് 28. അപ്പോസ്തല പ്രവൃത്തി 20:28 ഒന്ന് വായിക്കാം. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവിന്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വലിയ വില കൊടുത്ത് വാങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. വേറൊരു വാക്യോട് വായിക്കാം. എഫേസ്യ ലേഖനം 5:27 ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 27. എഫേസ്യ ലേഖനം 5:27 ഒന്ന് വായിക്കാം. ഉറക്കെ ഒന്ന് വായിക്കാം. അവിടെ എന്താണ് പറയുന്നത്? കറ ചുളുക്കം കൂടാതെ ശുദ്ധയും നിഷ്കളങ്കയുമായിട്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ തീർച്ചയായിട്ടും നമ്മെ പക്ഷെങ്കിൽ അന്ന് കർത്താവ് അന്ന് അവര് കൂടിയ ആ നിലയിൽ അപ്പോസ്തലന്മാർ അന്ന് ചേർന്ന് വന്നിരുന്ന അതേ ഒരു രീതിയിലാണോ നാം ഇന്ന് കൂടുന്നത്? അല്ലെങ്കിൽ അതേ ആത്മശക്തിയോടെ ആത്മാവിന്റെ ആ പ്രവർത്തനങ്ങൾ നമ്മിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ നടക്കുന്നുണ്ടോ? നാം ആകുന്ന വ്യക്തികളിൽ അങ്ങനെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 20-23.
ആ, ക്രിസ്തു ശിരസാണ്, നമ്മള് ശരീരമാണ്. അപ്പൊ ശിരസ് പറയുന്നതല്ലേ നമ്മളെല്ലാം ചെയ്യുന്നതല്ലേ? നമ്മുടെ ബ്രെയിൻ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. അപ്പൊ ക്രിസ്തു സഭയുടെ തലയാകുന്നു. അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാം ശരീരമാണ്. ആ തലയെ അനുസരിച്ച് നടക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മറ്റൊരു വാക്യം കൊണ്ട് വായിക്കാം. 1 തിമോത്തിയോസ് 3:15. ഞാൻ പോയിന്റ്സ് പറഞ്ഞു പോവുകയാണ്. 1 Timothy chapter 3 verse 15. ഈ സഭയുടെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ സഭ എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തിമോത്തിയോസ് 3:15. ഞാൻ വേഗത്തിൽ നിന്റെ അടുത്ത് വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇത് സഭയ്ക്കൊരു ജീവനുണ്ട്. ജീവനുള്ള ഒരു സഭയാണ്. ജീവൻ ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ സഭകളൊക്കെ പലപ്പോഴും നിർജീവമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം വളരെ ശോകമായിട്ടുള്ള അവസ്ഥയിലാണ് പലപ്പോഴും സഭയിൽ നാം ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ ദൈവം നമ്മെ പറ്റി ഉദ്ദേശിക്കുന്നത്? ജീവനുള്ളതിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? അത് വളരും. ജീവൻ ഇല്ലെങ്കിൽ വളരത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഒരു മൃതാവസ്ഥയിൽ ഒരു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ. പാതി ചത്തതും പാതി ഇതാ ഒരു അനക്കമൊക്കെ ഉണ്ട്, ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ യാതൊരു പ്രവർത്തനങ്ങളുമില്ല, ആക്ടിവിറ്റീസ് ഇല്ല. അത് വളരുന്നതായിട്ട് കാണുന്നു. തീർച്ചയായും ഞാൻ മുന്നോട്ട് പോട്ടെ. 2 Corinthians 11:2 ഒന്ന് വായിക്കാം. 2 Corinthians chapter 11 verse 2. Second Corinthians chapter 11 verse 2. 2 Corinthians 11:2. മതിയോ? അത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എത്രമാത്രം ഏകാഗ്രതയുണ്ട് ദൈവത്തോട്, കർത്താവിനോട്. ആ ഒരു സ്നേഹം, ആത്മാർത്ഥമായുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് ആ ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോട് എത്രമാത്രം കാരണം നമുക്ക് പലപ്പോഴും ഈ ലോകത്തിന്റെ പല 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 ശ്രദ്ധകളിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തോടുള്ള ഏകാഗ്രത നമ്മിൽ എത്രമാത്രമുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര സമയം നാം ചെലവഴിക്കുന്നുണ്ട്? ദൈവവുമായിട്ട് നമ്മുടെ ആ ഇരിപ്പോശം എങ്ങനെയാണ്? ദൈവത്തിനുള്ള ഒരു ബന്ധം, എത്രമാത്രം ബന്ധമുണ്ട്? പറയുമ്പോഴെല്ലാം ഉണ്ട്, ഞായറാഴ്ചയൊക്കെ ഉണ്ട്, വരുന്നുണ്ട്, എല്ലാ യോജനക്കും അറ്റൻഡ് ചെയ്യുന്ന കാര്യം ശരിയാണ്. പക്ഷെങ്കിൽ നമുക്ക് അവിടെ നിർമ്മല കന്യകയായിട്ട് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. നിർമ്മല കന്യകയായിട്ട്. ജീവിത വിശുദ്ധി ഏറ്റവും പ്രധാനമാണ്. നിർമ്മല കന്യക, ഒരു കന്യകയായ ഒരു സ്ത്രീ തൻ്റെ മണവാളന് വേണ്ടി അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി അതിനെ ആണ് തീർച്ചയായും നമ്മെ സഭയെ കാണിക്കുന്നത്. ക്രിസ്തു മണവാളൻ നമ്മോട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ് സഭ. വെളിപ്പാട് പുസ്തകം 19:7-8 കൊണ്ടൊന്ന് വായിക്കാം. Revelation chapter 19 verses 7 and 8. നാം സന്തോഷിച്ച് ഉല്ലസിച്ചു, അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയിൽ ധരിപ്പാൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. മതി. അപ്പോൾ നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി.
നാം ശുദ്ധയും നിഷ്കളങ്കയും കറ ചുളുക്ക ഒന്നും ഇല്ലാതെ നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് ആ വേളിക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി നാം വിവാഹ നിശ്ചയം ചെയ്ത് നാം കാത്തിരിക്കുന്നവരാണ് യഥാർത്ഥ ദൈവ ഭക്തന്മാർ, യഥാർത്ഥ വിശ്വാസികൾ, ദൈവസഭ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ചില കാര്യങ്ങൾ, ഒരു മാതൃകാ സഭയെ പറ്റി പറയുന്ന ചില വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വായിച്ച് മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സ് 31. അപ്പോസ്തല പ്രവൃത്തികൾ 9:31. സഭയുടെ ചില ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ട ചില കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം വളരെ വിശദമായിട്ട് സഭയുടെ ആദിമ കാലത്തെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സമാധാനമുള്ള സഭ. നമ്മുടെ സഭകളിൽ നമ്മുടെ ഈ സഭയിൽ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് എനിക്കറിവില്ല. എങ്കിലും അനേക സഭകളിൽ സമാധാനമില്ല. സഭയിൽ വരുന്നത് തന്നെ ഭയപ്പെട്ടാണ് പലരും വരുന്നത്. എനിക്കറിയാം, ചില പറഞ്ഞിട്ട് അയ്യോ സഭയിൽ ഇന്ന് ചെന്ന് കഴിയുമ്പോൾ, യോഗം കഴിയുമ്പം കമ്മിറ്റി കൂടും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പേടിച്ച് ഭയപ്പെട്ട് സഭകളിൽ പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പേടിയാ, യാതൊരു സമാധാനവുമില്ല. അങ്ങ് വിശ്വാസികൾ തമ്മിൽ സ്നേഹമില്ല, ഐക്യമില്ല, സന്തോഷമില്ല. സഭയിൽ വരാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. അതുപോലെ ആത്മീക വർധന വരുത്തുന്നതാണ്. ആത്മീയമായിട്ട് നാം വർദ്ധിച്ചു വരുന്നവരാണോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. അതുപോലെ പെരുകി വരുന്ന പറഞ്ഞു, ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരണം. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ സഭകളിൽ ഒക്കെ എന്നാണ് ഒരു പുതിയൊരു മെമ്പർ വന്നത്? എത്ര നാൾക്ക് ശേഷമാണ് ഒരു മെമ്പർ പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? അത് എന്തേലും നാം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ സഭ വിപുലീകരിക്കാൻ, അല്ലെങ്കിൽ ദൈവനാമം മറ്റവരോട് നാം പറഞ്ഞ് അവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ച് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ സഭ വളരുവാനും അതുപോലെ സഭയിലുള്ളവർ ആത്മീക വർധന പ്രാപിക്കുവാനും ഒക്കെ വേണ്ടി നാം എന്താണ് ഓരോരുത്തരും ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി. സമാധാനമുള്ള സഭയാണ്. തീർച്ചയായിട്ടും സമാധാനം വേണം. സഭയിൽ വരുമ്പോൾ, ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നാം കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ശാന്തതയോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി നമുക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിന് എല്ലാവരും ഒരുപോലെ അതിന് സഹകരിക്കേണ്ടതുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 12:5 വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സ് 5. അപ്പോസ്തല പ്രവൃത്തി 12:5. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭ. ഇപ്പൊ നാം ഇന്ന് നമ്മുടെ രാജ്യാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. സഭ ഒന്നടങ്കി ഒരുമിച്ച് ഒരാളെ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ ഈ സഭയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരുമിച്ച് ഏകാഗ്രമായിട്ട് ഒരേ കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് നാം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കൂട്ടു സഹോദരന് നമ്മുടെ ഒരു കുടുംബത്തിലൊരാൾക്ക് ഒരു പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, രോഗം വന്നു, ദുഃഖം വന്നു, സാമ്പത്തിക പ്രയാസം വന്നു, അങ്ങനെ വിവിധ നിലകളിലുള്ള പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നാം ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭ ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു സപ്പോർട്ടാണ്. ഞാൻ തളർന്നു പോകുന്ന അവസ്ഥയിൽ, നിരാശയുടെ പടുകുഴിയിൽ പോകുന്ന അവസ്ഥയിൽ, ഞാൻ പ്രയാസപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥന വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു വിശ്വാസ സമൂഹമുണ്ട്, നമ്മുടെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മെ മാനസികമായിട്ട് ധൈര്യപ്പെടുത്തും. യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല.
മറ്റൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 15:3 വായിക്കാം. Acts of the Apostles chapter 15 verse 3. അത് അവിടെ നിന്ന് മതി. അവിടെ എന്താ പറയുന്നത്? യാത്ര അയച്ചു, പ്രാർത്ഥിച്ച് യാത്ര അയക്കുന്ന ഒരു സഭ. അതാണ് നമ്മൾ ഇന്ന് ചെയ്തത്. നമ്മൾ അനേകം പേര്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് യാത്ര അയക്കേണ്ട ആവശ്യമുണ്ട്. അത് ദൈവം ആദിമസഭ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, അല്ല നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ല. അത് തീർച്ചയായിട്ടും പ്രയർ സപ്പോർട്ട് അത് വളരെ ആവശ്യമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ. ഇപ്പോൾ തന്നെ രായ്ച്ചാന് നമ്മൾ പ്രാർത്ഥിച്ചയച്ചു. അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ധൈര്യമുണ്ട്. ഒരു പ്രൊസീജിയറിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ്. നമുക്ക് പലപ്പോഴും പല കാര്യത്തിലുള്ള ചിന്താഭാരങ്ങൾ നമുക്ക് വരാം. അയ്യോ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ്, ഒരു ടെൻഷൻ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവാം. ഒരു പ്രൊസീജിയറിന് പോകുമ്പോൾ ഒക്കെ വരാം. പക്ഷെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സഭ എനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എന്നെ യാത്ര അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ നിരന്തരമായ ഒരു ശ്രദ്ധ നമ്മിൽ ആ പ്രാർത്ഥന മൂലം ലഭ്യമാകുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സമാധാനമാണ്. പലർക്കും ഈ ലോകത്തിനില്ലാത്ത അതാണ്. അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേണ്ടവർ മരിക്കുമ്പോൾ ഒക്കെ പലരും തളർന്ന് അവശരായി ജീവനെ ആത്മഹത്യ ചെയ്യുന്നവരെ പോലെ നമുക്ക് കാണാൻ കഴിയും. മക്കളോ മാതാപിതാക്കളോ അല്ലെ ആരെങ്കിലുമൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ കൂടെ മരിക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് പിന്നെ വേറെ ഒന്നും അവർക്കില്ല. അവരെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയില്ല. എല്ലാം പോയി, നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം പോയി, അല്ലെ എനിക്കിനി മുന്നോട്ട് പോകാൻ യാതൊരു രീതിയിലും കഴിയുകയില്ല എന്നുള്ള ആ ഡിപ്രഷൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അവരിങ്ങനെ ആയിരിക്കുകയാണ്. തീർച്ചയായും ആ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വായിക്കാം. Acts of the Apostles 4 verse 12. ആദിമസഭയുടെ ചില പോയിന്റ്സ് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്താം. 4:12 ആണോ? ഒരു ഏക മനസ്സുള്ള ഒരു പൊതുവകയിൽ തന്നെ എന്ന് പറഞ്ഞൊരു വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇതിലെല്ലാം മിസ്റ്റേക്ക് ആയിരിക്കുന്നത്. 5 ആണ്. ഓക്കെ, 5:12 വായിക്കാമോ? മതി. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്, അവർ ഏക മനസ്സുള്ളവരായിട്ട് സർവ്വതും പൊതുവക എന്ന് എണ്ണി. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു. അപ്പം അവർ ആ സഭ എന്താ ചെയ്തത്? അവര് വാസ്തവത്തിൽ വിചാരിച്ചിരുന്ന കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയി, ഞാൻ വീണ്ടും വരുമെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവർ കാത്തിരിക്കുക, അവരുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുമെന്നാണ് അവര് ചിന്തിച്ചത്. അപ്പൊ അവര് അങ്ങനെ ഒരു പൊതുവക എണ്ണണമെങ്കിൽ എന്തുമാത്രം അവർ കർത്താവിന് പെട്ടെന്ന് വരുമെന്ന് തന്നെ ആയിരിക്കും വിചാരിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. 2000 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. പക്ഷെങ്കിൽ അവരുടെ ഒരു ഏക മനസ്സ് ആയിട്ട് സർവ്വതും പൊതുവക എന്ന് എണ്ണി, അതായത് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാനുള്ള. ഇപ്പൊ എൻ്റെ ഒരുപാട് സ്വത്തുക്കളുണ്ട്, അല്ലെങ്കിൽ പണമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് എല്ലാം പൊതുവകയെന്ന് എണ്ണുവാൻ അവർക്ക്
കഴിഞ്ഞു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ട് കൂട്ടി വെക്കാനാണ് നാം ശ്രമിക്കുന്നത്. എനിക്ക് വേണം, എനിക്ക് ഇത്രയും പൈസ വേണം, എനിക്ക് ഇത്ര വസ്തുക്കൾ വേണം, ഞാൻ ഏറ്റവും വലിയ ധനികനാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. അതുപോലെ അവരുടെ ഒരു പ്രധാന ഗുണമായിരുന്നു, ഞാൻ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ സമയമില്ല, അവർ സാക്ഷിക്കുന്ന അനേകം പേരോട് ഈ കർത്താവിൻ്റെ വചനം അവരെ അറിയിക്കുന്ന ഒരു സഭയായിരുന്നു. നമ്മളിൽ എത്ര പേര് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? കർത്താവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞ് കർത്താവിലേക്ക് ഒരാളെയെങ്കിലും ആദായപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി, ഒരു പണിക്കാരൻ അല്ലെങ്കിൽ പണിക്കാരി, അല്ലെങ്കിൽ നമ്മുടെ വഴിപോക്കെ നമ്മുടെ അവിടെ വെള്ളം കുടിക്കാൻ കയറി വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അയൽക്കാർ, അങ്ങനെയൊക്കെ വരുന്നു. നമ്മൾ ഈ ക്രിസ്തുവിനെ പറ്റി അവരോട് ടെസ്റ്റിമണി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സഭ വളരണമെന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടോ? ഓരോരുത്തർക്കും വേണം. ഇത് കുറച്ച് സുവിശേഷന്മാരുടെയോ അല്ലെങ്കിൽ മൂപ്പന്മാരുടെയോ മാത്രം ഒരു ഉത്തരവാദിത്വം അല്ല. ഒരു വാക്യോടെ വായിച്ച് ഞാൻ നിർത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 20:17 എന്ന് വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് chapter 20 verse 70. 20 verse 70. അപ്പോസ്തല പ്രവൃത്തികൾ 20:17. മതി അവര് എന്താണ് പറയുന്നത്? മൂപ്പന്മാരെ വരുത്തി. അപ്പോൾ മൂപ്പന്മാർക്ക് സഭയിൽ വലിയ ഒരു സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അനേക സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളും മൂപ്പന്മാരും തമ്മിൽ ഒരു അഭേദ്യമായ ഒരു ബന്ധം, ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, അത് ആ സഭയിലുള്ള മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ വിളിക്കാറില്ല, പറയാറില്ല, അറിയാറില്ല. മൂപ്പന്മാർ പല കാര്യങ്ങളും മൂപ്പന്മാരെ അറിയിക്കുന്ന ഒരു പതിവ് അങ്ങനെ ഒരു ശീലം നമുക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെ അല്ല അത് വേണ്ടത്. ആ ഒരു കൾച്ചറിലേക്ക് നാം വരേണ്ടതുണ്ട്. മൂപ്പന് ഒരു വ്യക്തിയല്ല. നമ്മുടെ മറ്റു ചില സഭകളിൽ കാണുന്ന പോലെ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല സഭയുടെ കാര്യങ്ങൾ നമ്മുടെ സഭകളൊക്കെ ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മൂപ്പന്മാർ. അത് വലിയ ശുശ്രൂഷയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിന് മാനസികമായിട്ടും അത് ആത്മീയമായിട്ടും സഭയിലുള്ള വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചുമതല മൂപ്പന്മാർക്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തിരിച്ചും വേണം. എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഒരു സഭാമൂപ്പനെ വിളിച്ച് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ വലിയൊരു പ്രശ്നം നേരിട്ടിരിക്കുന്നു, ഞാൻ വളരെ ബുദ്ധിമുട്ടില്ല, എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുവാനുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഒരു അടുപ്പം, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി തീർച്ചയായും വിശ്വാസികളും മൂപ്പന്മാർക്കും തമ്മിലുണ്ട്. അവരന്ന് അങ്ങനെയാണ് ചെയ്തത്. ഒരു പ്രശ്നമുണ്ട്, അവർ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയുന്നത്? ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിലൊരു വളരെ പ്രതിസന്ധി കടന്നു പോകുന്നു, അല്ലെങ്കിൽ വളരെ രോഗിയായി, അത് ഇൻഫോം ചെയ്യാതെ എങ്ങനെ അറിയില്ല. ഞാൻ ഒരു കാര്യം സന്ദർഭവശാൽ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മുടെ ഈ ഓവർസൈറ്റ് ഒരു ഗ്രൂപ്പ് ഞങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യന്മാരിൽ ഒരാളെ വിളിച്ച് പറഞ്ഞാൽ അത് തീർച്ചയായും ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുകയും അതിനൊരു പരിഹാരം കണ്ടെത്താനും ആ ഭവനം സന്ദർശിക്കുവാനും ഒക്കെ ഉള്ള ഒരു ആത്മാർത്ഥത ഉണ്ട്, യാതൊരു സംശയമില്ല. അതിനൊരു മാറ്റവുമില്ല, മടി വിചാരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എങ്കിലേ സഭ വളരത്തുള്ളൂ. ഒരു വിശ്വാസി ഒരാഴ്ച വന്നില്ല, അപ്പോൾ അത് തിരക്കാനുള്ള ഒരു ചുമതല മൂപ്പന്മാർക്കുണ്ട്. ഞാൻ അടക്കമുള്ളവർ എല്ലാവരുടെയും കാര്യമാണ്. ഓവർസൈറ്റ്, ശുശ്രൂഷന്മാർ, അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഇന്ന ആള് വന്നില്ല, ഇന്ന അച്ചായൻ വന്നില്ല, ഇന്ന അമ്മാമ്മ വന്നില്ല, എന്തു പറ്റി, ഒന്ന് തിരക്കണ്ടേ? അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം സഭയിൽ വിശ്വാസികൾക്ക് തമ്മിൽ ഉണ്ടാവണം. മൂപ്പന്മാരും വിശ്വാസികളും തമ്മിലുണ്ടാവണം. അങ്ങനെ സകല ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർക്ക് അതൊരു ഉത്തരവാദിത്തമാണ്. എങ്കിലേ സഭ വളരുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ആദിമ സഭയായിരുന്നു. അവർ ഒരുമനപ്പെട്ട് ഏക മനസ്സോടുകൂടി
ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ട്. പലപ്പോഴും നാം ഈ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ബുദ്ധിയിൽ ഇങ്ങനെ ഉണ്ട്, എനിക്കറിയാം, പല കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ജീവിതത്തിൽ, മറ്റുള്ള ഒരു സഹോദരനുള്ള ബന്ധത്തിൽ അല്ലെ സഹോദരനുള്ള ബന്ധത്തിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല, ആപ്ലിക്കേഷൻ നടത്തുന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മയിലൊക്കെ ഉണ്ട്, ശരിയാ, ഇങ്ങനെയാണ് കർത്താവ് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല. ഞാൻ മറക്കത്തില്ല, ഞാൻ ക്ഷമിച്ചു, ക്ഷമയൊക്കെ ചോദിച്ചു, പക്ഷേ നമ്മൾ ഓർത്തിരിക്കും. ഇന്നാൾ എന്നോട് ഇന്ന ആള് ഇന്ന രീതിയിൽ പറഞ്ഞു, ഞാനത് മറക്കത്തില്ല. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഒക്കെ പരസ്പരം കഴിയണം. ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഏക മനസ്സോടെ യാത്ര അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, അങ്ങനെയുള്ള ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന, ഒരുങ്ങി കാത്തിരിക്കുന്ന സഭ, ഇത് ജീവനുള്ള സഭ ആയിരിക്കണം. തീർച്ചയായിട്ടും ശുദ്ധയും നിഷ്കളങ്കയും ചുളുക്കം കൂടാതെ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന, നമ്മുടെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദിനംതോറും നമ്മുടെ ജീവിത വിശുദ്ധിയിലേക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിൽ നമുക്ക് ആയിരിക്കാൻ കഴിയണം. ആരും പെർഫെക്റ്റ് അല്ല, 100% ആർക്കും ആകാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ ദിനംതോറും നമ്മുടെ ജീവിത നിലവാരം, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്തകൾ കൂടുതൽ വിശുദ്ധമാകുക, നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ വിശുദ്ധമാകാൻ ശ്രമിക്കുക. ദിനംതോറും കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ നമുക്ക് കഴിയണം. കാരണം നാം ഈ ദൈവസഭ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച, വലിയ വില കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ സഭ. തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരുമിച്ച് ഒത്തൊരു തോളോട് തോൾ ചേർന്ന് നമ്മുടെ ഒരു കുടുംബമായിട്ട്, രണ്ടാമത്തെ നമ്മുടെ കുടുംബം കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഫാമിലിയാണ്. പരസ്പരം ആ ഒരു ബന്ധത്തോടു കൂടി തീർച്ചയായും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുകാരികളായിട്ട്, ക്രിസ്തു കാണിച്ചത് മാതൃക ഏതാണ്? സ്വന്തം ജീവനെ പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന സ്നേഹം, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അതിൻ്റെ മാതൃക നാമും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ പഴയ നിയമ സഭയുടെ അനേക ക്യാരക്ടേഴ്സ് നമ്മുടെ സഭകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പോയിന്റ്സ് അതിനെപ്പറ്റി പറയാനുണ്ട്, അതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തീർച്ചയായും നമുക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധയും നിഷ്കളങ്കമായിട്ട് വിശുദ്ധരായിട്ട് ദിനംതോറും വിശുദ്ധിയിലേക്ക് ഓരോ പടി കൂടി മുന്നോട്ട് ഉയർന്നു വരുന്നവരായിട്ട് നമുക്ക് ആയിരിക്കാം. നമ്മുടെ കർത്താവ് വരുന്ന നാൾ വരെ എന്നാണ് നമുക്കറിയില്ല, അധികം താമസമില്ല. കാരണം ഈ ലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുവാൻ താമസിക്കത്തില്ല. തീർച്ചയായും നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. വിശുദ്ധിയോടുകൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരു കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.